ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെ നടന്ന 12:30 നടന്ന ഫ്രാൻസ് വിത്ത് സ്പെയിൻ, അതെ, ലോകം മുഴുവൻ കാത്തിരുന്ന സെമി ഫൈനൽ. എന്താ പറയണേ, ഒരു വശത്ത് കഴിഞ്ഞ വർഷത്തെ 2022 റണ്ണറപ്പ്, അടുത്തത് നമ്മുടെ 2010 വേൾഡ് കപ്പ് നേടിയ ലോക ചാമ്പ്യന്മാർ, അത് രണ്ടാമതൊരു വേൾഡ് സ്വപ്നവുമായി വന്നിരിക്കുന്ന സ്പെയിൻ. അങ്ങനെ വമ്പൻ കളിയാണ് നടക്കുന്നത്. തുടർച്ചയായ മൂന്നാം ലോകകപ്പിലും ഫൈനലെത്താവുന്ന സ്വപ്നമായാണ് നമ്മുടെ ഫ്രാൻസ് എത്തിയിരിക്കുന്നത്. അങ്ങനെ 16 വർഷങ്ങൾക്ക് ശേഷം കിരീടം സ്വപ്നം കാണുന്ന സ്പെയിൻ, അതെ, ടൂർണമെൻറ്റിലുടനീളം 6 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകൾ വഴങ്ങി വെറും 2 ഗോളുകൾ മാത്രം വഴങ്ങി എത്തിയ നമ്മുടെ സെമി ഫൈനലിലെത്തിയ നമ്മുടെ ഫ്രാൻസും, അതേപോലെ തന്നെ ഒറ്റയ്ക്കൊരു ഗോൾ മാത്രം വഴങ്ങി നമ്മുടെ സെമി ഫൈനലിലെത്തിയ നമ്മുടെ സ്പെയിനും. അതെ, ഈ സ്പെയിന് മറുപടി നൽകാൻ ഈ ഫ്രാൻസിന് കഴിയുമോ അറിയില്ല, നമുക്ക് നോക്കാം. എംബാപ്പ, യമാൽ തുടങ്ങിയ ഒസർബൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ മാറ്റുരയ്ക്കുന്ന വമ്പൻ കളിയാണ്. ഒരു നിമിഷം പോലും എന്താ പറയുക, നമുക്ക് വിട്ടുകളയാനില്ലാത്ത അതിമനോഹരമായ ഒരു കളി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. അവരുടെ ഈ പറയും പോലെ സ്പെയിൻ്റെ കളി ഈ പറയും പോലെ വാക്കുകളിലല്ലായിരുന്നു, അവരുടെ കളി ശരിക്കും കളിക്കളത്തിൽ തന്നെയായിരുന്നു. അതാണ് ശരിക്കും ഫ്രാൻസിനെ കുഴക്കിയത്. നമ്മുടെ എംബാപ്പയ്ക്ക് ഒരു നിമിഷം പോലും സ്വാതന്ത്ര്യം കൊടുക്കാതെ ഫ്രാൻസിൻ്റെ ആക്രമണങ്ങൾ ഓരോന്നായിട്ട് മുറിച്ച് മാറ്റി. സ്പെയിൻ്റെ പ്രതിരോധം വമ്പൻ പ്രതിരോധം തന്നെയാണ്. ഒരു ഇരുമ്പ് മതിൽക്കെട്ട് പോലെ തന്നെ നമ്മുടെ സ്പെയിൻ്റെ പ്രതിരോധം നിന്നു. അതിൻ്റെ മുന്നിൽ നമ്മുടെ ഫ്രാൻസ് നിലംപരശരായി എന്ന് പറയാം, മുട്ടുകുത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു മാസ്റ്റർ ക്ലാസ്, ഒരു എന്താ പറയുക, സ്പാനിഷ് ആധിപത്യം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നാം കണ്ടത്. അങ്ങനെ അവർ ഫ്രാൻസിനെ തോൽപ്പിക്കുകയല്ല ചെയ്തത്. ശരിക്കും ഫ്രാൻസ് കളി മറന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഫ്രാൻസിന് എവിടെ കളിക്കണം, എന്ത് കളിക്കണം, എങ്ങനെ കളിക്കണം എന്നൊരു അവസ്ഥ ഇല്ലാത്ത. കാരണം എംബാപ്പയെ പൂട്ടി എന്ന് പറഞ്ഞാൽ എംബാപ്പയെ ഒരു തരത്തിലും നടക്കാൻ എന്താ പറയണേ, മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കാതെ അവർ പൂട്ടി. അങ്ങനെ ഈ കളിയുടെ ഫുൾ വിശേഷങ്ങൾ ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി ഈ വീഡിയോ കാണുക, അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ റഫറിയുടെ ആദ്യ വിസിൽ മുഴങ്ങി. അതായത് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ആരംഭിച്ച മുതൽ തന്നെ രണ്ട് ടീമുകളും ജയിക്കാനെന്നൊരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ ആദ്യ നിയന്ത്രണം എന്ന് തന്നെ പറയണം നമ്മുടെ സ്പാനിഷ് തന്നെയായിരുന്നു. കളിയുടെ ഫുൾ നിയന്ത്രണം സ്പാനിഷ് തന്നെയായിരുന്നു. കാരണം ഒരു തരത്തിലും പന്ത് ഇങ്ങനെ കൈവശം വെച്ച് ചെറു പാസിൽ, അവിടെ പണ്ടത്തെ ഉള്ള ശീലം ടിക് ടാക്ക് രീതി തന്നെയായിരുന്നു നമ്മുടെ സ്പെയിൻ കാഴ്ചവെച്ചത്. ഒരു വശത്ത് എംബാപ്പയുടെ ചെറിയ അറ്റാക്കുകളും മുന്നേറ്റവും മാത്രമാണ് അവർ ലക്ഷ്യമാക്കി. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എംബാപ്പെ പൂർണ്ണമായി പൂട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്പാനിഷിൻ്റെ കോച്ച് അത് കളി ഡിസൈൻ ചെയ്ത് എന്ന് തന്നെ പറയാം. കാരണം ഓരോ നിമിഷവും എംബാപ്പയ്ക്ക് പന്ത് കിട്ടുമ്പോഴും അപ്പോൾ തന്നെ ഒരു 3-4 സ്പാനിഷ് ജേഴ്സികൾ അവന് ചുറ്റും വരും. അതായത് ഒന്നും മുന്നേറാനോ അല്ലെങ്കിൽ ഒരു പാസ് നൽകാനോ പോലും അനുവദിക്കാതെ എംബാപ്പയെ എന്താ പറയുക, മൊത്തത്തിൽ പൂട്ടി എന്ന് തന്നെ പറയാം. ഒരു ഇഞ്ച് സ്ഥലം പോലും മുന്നേറാൻ എംബാപ്പയ്ക്ക് സാധിച്ചില്ല. അത് അവരുടെ കളിയെ ബാധിച്ചു തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും 15 മിനിറ്റിൽ കുറച്ചൊരു ആക്രമണം നടത്തിയതൊഴികെ സ്പാനിഷ് പ്രതിരോധം വളരെ അടിപൊളിയായിട്ട് തന്നെ അത് തടഞ്ഞു നിർത്തി. അങ്ങനെ ഓരോ മിനിറ്റും മിഡ്ഫീൽഡാണ്, മറ്റേ സ്പാനിഷിൻ്റെ മിഡ്ഫീൽഡ് തന്നെയാണ് കളി ഫുള്ള് നിയന്ത്രണത്തിലേക്ക് ഫസ്റ്റ് ഹാഫിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് അത്രത്തോളം മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. അത്രയും ഫസ്റ്റ് ഹാഫിൽ അത്രത്തോളം മുന്നേറാൻ പറ്റിയെന്ന്. അതിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞു. കാരണം പിന്നീട് കറക്റ്റ് 22 മിനിറ്റിൽ സ്പെയിൻ അനുകൂലമായ ഒരു പെനാൽറ്റി വന്നു. നമ്മുടെ ഗോൾ അടിക്കാൻ വന്നത് നമ്മുടെ മിഖായൽ ഓയൽ സബാലാണ്. അത് യാതൊരു സമ്മർദ്ദവും കൂടാതെ വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഗോൾ അടിച്ച് കയറ്റി. അങ്ങനെ 1-0 ഇപ്പോൾ നിൽക്കുന്നത്. അതോടുകൂടി കളി മാറി എന്ന് പറയാൻ. ഫ്രാൻസിന് എന്തായാലും ഗോൾ അടിച്ചേ പറ്റൂ. കാരണം 1 ഗോളിന് പിന്നിലെത്തി. അതിൻ്റെ ഒരു വശത്ത് നമ്മുടെ എംബാപ്പയും കൂട്ടരും മുന്നേറ്റം നടത്താൻ ശ്രമിച്ചെങ്കിലും മറുവശത്ത് നമ്മുടെ സ്പാനിഷിൻ്റെ പ്രതിരോധം മതിൽ പോലെ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് മതിൽ എന്നൊക്കെ പറയാം. ഇരുമ്പ് മതിൽ പോലെ തന്നെ ഉറച്ചു നിന്നു. ഓരോ ടാക്കിലും ഓരോ ഇൻ്റർസെക്ഷനിലും ഓരോ ക്ലിയറൻസ് എല്ലാം ഫുള്ള് സ്പാനിഷ് കൃത്യതയോടുകൂടി തന്നെ കളിച്ചു എന്ന് പറയാം. ഫ്രാൻസിന് ഒരു വ്യക്തമായ ഒരു ഗോളാധിപത്യം, ഒരു ഗോളടിക്കാനുള്ള ഒരു സന്ദർഭവും സ്പാനിഷിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. കാരണം വെച്ചാൽ അമ്മാതിരി പ്രതിരോധം തന്നെയാണ് നമ്മുടെ സ്പാനിഷ് ഉയർത്തിയത്. സ്പാനിഷിന് അറിയാലോ, സ്പാനിഷ് ഇതുവരെ ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. നമ്മുടെ ബെൽജിയത്തിനെതിരെ ഒരു ഗോൾ മാത്രമാണ് ഈ വേൾഡ് കപ്പിൽ വഴങ്ങിയിട്ടുള്ളൂ. ഇതിന് മുന്നേ നടന്ന നേരത്തെ മത്സരം നമുക്കറിയാമല്ലോ. നമ്മുടെ യൂറോഫോ നാഷൻ 2025 സെമി ഫൈനലാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത്. അപ്പോൾ 5-4 നമ്മുടെ സ്പെയിൻ ജയിച്ച് കയറിയത്. അത് ആവർത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സ്പാനിഷിൻ്റെ കളി എന്ന് തന്നെ പറയാം. ഹാഫ് ടൈം വിസിൽ മുതൽക്കുമ്പോൾ 1-0 അതായത് നമ്മുടെ 22 മിനിറ്റിൽ സബാലിന് കിട്ടിയ പെനാൽറ്റി ഗോളിൽ 1-0 അങ്ങനെ സ്പാനിഷ് മുന്നിൽ നിന്നു. അങ്ങനെ
ഈ കളി ഫസ്റ്റ് ഹാഫ് പൂർണ്ണമായും സ്പാനിഷിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസ് തിരിച്ചു വരണമെങ്കിൽ ഒരു അസാധാരണ പ്രകടനം തന്നെ വേണ്ടിവരും. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കാറായി. അങ്ങനെ സെക്കൻഡ് ഹാഫ് ആരംഭിച്ചു മുതൽ ഫ്രാൻസിൻ്റെ ടീമിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൂർണ്ണമായും കാരണം ഗോൾ അടിക്കണം, സമനില ഗോൾ അടിക്കണം, പിന്നെ ഗോൾ അടിക്കണം, ജയിക്കണം. കാരണം മൂന്നാമത്തെ വേൾഡ് കപ്പിലാണ് അവർ ഫൈനലിലേക്ക് എത്താൻ അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര ആവും എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ സമനില ഗോൾ കണ്ടെത്തുകയായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ മൈതാനത്ത് കണ്ട നേർ വിപരീതം തന്നെ എന്ന് പറയാം. ഗോൾ വഴങ്ങിയതോടെ തിരിച്ചു വരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കളി മറന്ന അവസ്ഥയായിരുന്നു. കാരണം കളിയുടെ വേഗവും താളവും ആത്മവിശ്വാസവും എല്ലാ പരിപാടിയും നമ്മുടെ സ്പെയിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. എംബാപ്പെ പലതവണ കുതിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വേഗത നമുക്കറിയാമല്ലോ. ഏത് കളിയെയും പെട്ടെന്ന് മാറ്റാൻ സാധിക്കുന്ന ഒരു കളിക്കാരനാണ് എംബാപ്പെ. അമ്മാതിരി സ്പീഡാണ് പുള്ളിക്ക്. ബോൾ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഗോൾ മുഖത്ത് എത്തും. അങ്ങനത്തെ ഒരു കളിക്കാരനാണ് എംബാപ്പെ. പക്ഷേ പുള്ളിയുടെ പന്ത് കിട്ടുമ്പോഴേക്ക് ഒരു 3-4 സ്പാനിഷ് ജേഴ്സികൾ അവൻ്റെ ചുറ്റുമുണ്ടാകും. അതുകൊണ്ടൊക്കെ ഒരു പുള്ളിക്ക് ഒന്ന് മുന്നോട്ട് നീങ്ങാനോ നല്ല രീതിയിലൊരു പാസ് കൊടുക്കാനോ പുള്ളീനെ സ്വാതന്ത്ര്യമായിട്ടൊന്ന് അനുവദിക്കാൻ പോലും സ്പാനിഷ് അനുവദിച്ചില്ല. അതിൻ്റെ വിജയം അവർ കാണുന്നത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രാൻസിൻ്റെ ഓരോ ആക്രമണങ്ങളും പാതി വഴിയിൽ തന്നെ അവസാനിച്ചു. മിഡ്ഫീൽഡിൽ സ്പാനിഷ് ആരാണ് പന്ത് മാക്സിമം കൈവശം വെച്ചത്. അതിങ്ങനെ ഫ്രാൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരുന്നു എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. സമയം കഴിയുന്തോറും ഫ്രാൻസിൻ്റെ മുഖത്ത് ഭയങ്കര നിരാശയും സ്പെയിൻ്റെ താരങ്ങളുടെ മുഖത്ത് ഭയങ്കര ആത്മവിശ്വാസം തന്നെ എന്ന് എനിക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 58-ാം മിനിറ്റിൽ നമ്മുടെ വേഗമേറിയ മുന്നേറ്റത്തിൽ നമ്മുടെ ഫ്രാൻസിൻ്റെ പ്രതിരോധത്തിൽ ചെറിയ പിഴിവ്, അത് ആ നിമിഷം നമ്മുടെ പെത്രോ പേറോ അവസരം മുതലാക്കി. അങ്ങനെ 2-0 നമ്മുടെ പന്ത് ഗോൾ വലയിലേക്ക് നമ്മുടെ സ്പാനിഷിൻ്റെ 18 വയസ്സുള്ള നമ്മുടെ താരമുണ്ടല്ലോ യമാൽ. അപ്പം പുള്ളിക്ക് അത്രയും ഗോളടിക്കാൻ സാധിച്ചില്ലെങ്കിലും പുള്ളി നല്ല മുന്നേറ്റം തന്നെയാണ്. പുള്ളിയുടെ കയ്യിൽ പന്ത് കിട്ടുന്നതോറും ഫ്രാൻസിൻ്റെ താരങ്ങൾക്ക് ടെൻഷനാണ്. അവർ കാരണം അമ്മാതിരി സ്പീഡും അമ്മാതിരി പാസിങ്ങും നടത്തുന്ന ആളാണ് യമാൽ. ഇനി ഒരു വരുന്ന തലമുറയ്ക്ക് വമ്പൻ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് യമാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവസാന നിമിഷത്തിൽ 58-ാം മിനിറ്റിലും 2-0 ഗോളടിച്ച് അങ്ങനെ സ്പാനിഷ് 2-0, അതായത് നമ്മുടെ ഫ്രാൻസിൻ്റെ ലോകകപ്പ് സ്വപ്നങ്ങളൊക്കെ നല്ലൊരു ആണി അടിച്ചു എന്ന പോലെ തന്നെയായി. അങ്ങനെ നമ്മുടെ ഫ്രാൻസ് തിരിച്ചു വരാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിൻ്റെ ഓരോ മുന്നേറ്റവും പക്ഷേ ഫലമില്ലാതെയായി. ഇപ്പോൾ മുന്നേറ്റ നിര നന്നായിട്ട് നമ്മുടെ സ്പാനിഷിൻ്റെ പ്രതിരോധം മാക്സിമം തടഞ്ഞു നിർത്തിയത് മൂലം ഫ്രാൻസിന് സ്പാനിഷിൻ്റെ പ്രതിരോധം മാക്സിമം തടഞ്ഞു നിർത്തിയതും ഫ്രാൻസിന് അത്രത്തോളം മുന്നേറാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഓരോ ക്ലിയറൻസും എല്ലാം ഇവർ മുന്നോട്ട് പോകുന്നതോറും ഇവരെല്ലാം സ്പാനിഷിൻ്റെ പ്രതിരോധം മാക്സിമം എല്ലാം തടഞ്ഞു നിർത്തി നല്ല രീതിയിൽ തന്നെ അങ്ങനെ ഓരോ മിനിറ്റും ഫ്രാൻസിൻ്റെ പ്രതീക്ഷകൾ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാന വിസൽ മുഴുകുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിരുന്നു. ഈ രാത്രി എംബാപ്പയുടെ അല്ല, ഈ രാത്രി മുഴുവൻ സ്പാനിഷിൻ്റെയാണ്, സ്പാനിഷ് താരങ്ങളുടെയാണ്. ഫ്രാൻസിനെ സ്പാനിഷ് അവസാനം കളി മറന്നും രീതിയിലേക്ക് ലോകത്തിന് മുന്നിൽ സ്പെയിൻ തൻ്റെ ആധിപത്യം തെളിയിച്ചു തന്നെ എന്ന് പറയാം. സ്പെയിൻ 16 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് അവർ കുതിക്കുകയാണ്. അങ്ങനെ അവസാന വിസിൽ മുഴുങ്ങിയതോടുകൂടി നമ്മുടെ ഫ്രാൻസിൻ്റെ താരങ്ങൾ ഭയങ്കര നിരാശയായി. അവർ ലോകകപ്പിൽ ഫൈനൽ കാണാതെ 2018 അവർ ചാമ്പ്യന്മാരായി. 2022 അവർ ഫൈനലിലെത്തി അർജൻറ്റീനയായിട്ട് തോറ്റു. ഇനി ലാസ്റ്റ് 2026 അവർ സെമി ഫൈനൽ അവർ സ്പെയിനോട് തോറ്റു പുറത്തായി. അങ്ങനെ ഫ്രാൻസിനെ നാട്ടിലേക്ക് ഉള്ള ടിക്കറ്റ് എടുത്തു കൊടുത്ത് സ്പെയിൻ അങ്ങനെ മടക്കി. ഈ കളിയിൽ എടുത്തു പറയേണ്ടത് യമാൽ നല്ല ഗോൾ നേടിയതിലും മികച്ച കളി തന്നെയാണ് പയ്യൻ കാഴ്ചവെച്ചത്. ഫ്രാൻസിൻ്റെ പ്രതിരോധത്തിന് നല്ലൊരു തലവേദന തന്നെ പുള്ളി സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. കറക്റ്റായിട്ട് പാസുകൾ നൽകി. എല്ലാ ആക്രമണത്തിലും പുള്ളിയാണ് മുന്നേറ്റത്തിൽ ജീവൻ നൽകിയത് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അങ്ങനെ മുസല്ലമാൽ ഓയർ സബാൽ പുള്ളിയാണ് ഗോളടിച്ച പെനാൽറ്റി അടിപൊളിയായിട്ട് പിന്നെ ആത്മവിശ്വാസം നൽകി. പിന്നെ നമ്മുടെ പെട്രോ മനോഹരമായിട്ട് രണ്ടാമത്തെ ഗോൾ നേടി. അങ്ങനെ ഫ്രാൻസിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചു. കിലിയൻ എംബാപ്പെ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ ശ്രമിച്ചെങ്കിലും പുള്ളിയുടെ പ്രകടനം അത്ര നല്ലതായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ മികച്ച പ്രകടനം എടുക്കാൻ പുള്ളിക്ക് സാധിച്ചില്ല. അതിന് ഓരോ തവണയും പന്ത് സ്വീകരിക്കുമ്പോൾ സ്പാനിഷ് താരം കൃത്യമായി പുള്ളിനെ ബ്ലോക്ക് ചെയ്തു. അത് അവരുടെ ഒരു ഫ്രാൻസിൻ്റെ ഒരു അധപതനത്തിന് മെയിൻ കാരണം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കിലിയൻ എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സെമി ഫൈനലായി മാറി. ചുരുക്കി പറഞ്ഞാൽ ഈ ഫ്രാൻസ് ഇതൊരു താരത്തിൻ്റെ കളിയല്ല എനിക്ക് തോന്നിയത്. സ്പാനിഷ് കൂട്ടായ്മയുടെ കളിയാണ്. സ്പാനിഷാണ് കളിച്ചത്, സ്പാനിഷ് ജയിച്ചു. അത് തന്നെയാണ് കളി. കാരണം അവർ കൂട്ടായി കളിച്ചു, അവർ നന്നായി പ്രതിരോധിച്ചു, അവർ നന്നായി ഓരോ അംഗങ്ങളെയും മാർക്ക് ചെയ്തു, അതിലവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചു. വേൾഡ് കപ്പിൻ്റെ 16 വർഷത്തെ സ്വപ്നങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ സ്പെയിൻ അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നത്. ഇനി അടുത്ത വേൾഡ് കപ്പ് ഫൈനലിൽ ആരാകും എന്ന് നമുക്കറിയത്തില്ല. ഇന്ന് നടക്കുന്ന മത്സരം നമുക്ക് തീരുമാനിക്കും. ആരായാലും ഫ്രാൻസിനെ നാട്ടിലേക്ക് എത്തിച്ച അവർ സ്പെയിൻ ഇനി അടുത്ത ഫൈനലിലും
ആരെങ്കിലും അവർ നാട്ടിലേക്ക് എത്തിച്ച് അവർ കപ്പ് സ്വന്തമാക്കുമോ അറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ മനോഹരമായ ഒരു കളി തന്നെയായിരുന്നു. സ്പാനിഷിൻ്റെ ആധിപത്യം തന്നെയായിരുന്നു. സ്പെയിൻ നമ്മുടെ ഫ്രാൻസ് കളി മറന്നൊരു ദിവസം തന്നെയായിരുന്നു. എംബാപ്പെ ഗോൾഡൻ സ്വപ്നവുമായി മടങ്ങുകയാണ്. ഇനി മെസ്സി ഒരു ഗോൾ അടിച്ചാൽ കഥ മാറും. കാരണം വെച്ചാൽ രണ്ടും സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഗോൾഡൻ ബൂട്ട് എന്നൊരു സ്വപ്നം മടങ്ങുമോ എന്നറിയത്തില്ല. അത് ഇനിയത്തെ കളിയിൽ കാണാം. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. അങ്ങനെ ഫ്രാൻസിനെ പൂട്ടി സ്പാനിഷ്. ഓക്കെ, ബൈ.